രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനൽ രാധാറാണിയുടെ കഠിന ഭക്തരായ പ്രേക്ഷകരെ, ചൊവ്വാഴ്ച 12 മണിയാകാൻ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പുണ്യാത്മാക്കളാണ്. രാധയുടെ പ്രണയം 73ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇത് ഒന്നേന്ന് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അത് ഈ രാധയുടെ പ്രണയം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്, നാരായണീയമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും 3 മണിയാകുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായും നാരായണീയത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതേ കണക്ക് നിങ്ങൾക്ക് 12 ചൊവ്വാഴ്ച ദിവസം 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം നിങ്ങൾക്ക് റിലീസായി കിട്ടുന്നതാണ്. വ്യാഴാഴ്ച 12 മണിയാകുമ്പോൾ അഷ്ടപതി. ഇതൊക്കെ എന്താ പറയേണ്ടത്, ഗുരുവായൂരപ്പനും രാധാറാണിയും അനുഗ്രഹിച്ചാൽ അത് കൃത്യസമയത്ത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി, ആ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. നിങ്ങൾ ദാമ്പത്യം, അതായത് ദമ്പതികൾ ബന്ധം വേർപെടുത്താനായിട്ട് നിൽക്കുന്നവരോ വേർപെടുത്തിയവരോ തീർച്ചയായിട്ടും അവരുടെ മക്കളും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. നിങ്ങളുടെ പെമ്മക്കൾ ദൂരത്ത് പോയി പഠിക്കുന്നെങ്കിൽ നിശ്ചയമായും കണ്ടിരിക്കണം. പ്രണയം വിജയിക്കാൻ വശ്യമന്ത്രം ഉൾപ്പെടെ. പിന്നെ ജ്യോതിഷമുണ്ട്, നക്ഷത്രഫലമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടേതുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് 8 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ കൊല്ലമാണ്. തിരുവനന്തപുരത്തും ആലപ്പുഴ, കൊട്ടാരക്കര, പിന്നെ കരുനാഗപ്പള്ളി, കായംകുളം അവിടെയൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നു പഠിക്കാം. അല്ലാത്തവർക്ക് ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട്, കാസർഗോഡ് നിന്നൊക്കെ ഉണ്ട്. അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. യൂട്യൂബിനകത്ത് ഇതുവരെ 8 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, എന്താണ് ശിവലിംഗം, എന്താണ് ഗണപതി, ഗണപതിയുടെ തത്വം എന്താണ്. അപ്പോൾ ഒരു ഹിന്ദു അറിഞ്ഞിരിക്കേണ്ട സകല കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ രാധാജിയിലേക്ക് തിരിച്ചു വരാം അല്ലേ. രാധയുടെ പ്രണയം, രാധയുടെ പ്രണയം 73ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ
രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ പറഞ്ഞു ജയ്. എൻ്റെ മാതാവ്, നിങ്ങളുടെ മാതാവ് രാധാറാണി അമ്മാക്കി പറഞ്ഞോളൂ ജയ്. എനിക്കും നിങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മാക്കി ഉറച്ചു പറയൂ ജയ്. എൻ്റെയും നിങ്ങളുടെയും സർവ്വ പാപങ്ങളും ഇല്ലാതാക്കി തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. അതേ കണക്ക് കൃഷ്ണഭക്തരെ നിങ്ങൾ അറിയുക, കൃഷ്ണഭക്തർക്കൊരു സന്തോഷ വർത്തമാനമുണ്ട്. കൃഷ്ണന്റെ അടുത്ത പുനർജന്മമായ ശ്രീബുദ്ധൻ നമ്മുടെ ഭാഗവതത്തിലും അഷ്ടപതിയിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബുദ്ധനും കൃഷ്ണനും ഒരാളാണ്. ആ ശ്രീബുദ്ധൻ്റെ ജീവിതകഥ, ശ്രീബുദ്ധൻ്റെ ജീവിതകഥ ഉടൻ രാധേ രാധേ ചാനലിൽ പ്രതീക്ഷിക്കാം. എന്ന് മാത്രവുമല്ല, ശ്രീബുദ്ധന് ബോധോദയം കിട്ടിയപ്പോൾ ഉണ്ടായ കാര്യങ്ങളും ജനങ്ങൾക്ക് മോക്ഷം എങ്ങനെ നേടാമെന്നുള്ളത് ഇത്ര ലളിതമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അത് കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധ ഭഗവാൻ ചെറിയ സൂത്രങ്ങളായിട്ട് പാലി ഭാഷയിലാണ്, പക്ഷേ അതൊക്കെ മലയാളത്തിൽ ആ ബുക്കൊക്കെ കിട്ടാൻ പാടില്ല. അത് ബുക്കൊന്നും നിങ്ങൾക്ക് വേണ്ട. അത് ആ സൂത്രങ്ങളും ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആയിരിക്കും. വളരെ 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 പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും. അടുത്ത ആഴ്ച തന്നെ ഞാൻ ആണ്ടാളിൻ്റെ കഥ, രാധാജിയുടെ പുനർജന്മമായ ആണ്ടാളിൻ്റെ കഥ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം 73ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടാണ് നിർത്തിയത് ഇല്ലേ? രാധാറാണി. രാധാറാണി വന്ന് കതക് തുറന്നു. രാധാറാണി വന്ന് കതക് തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ട് രാധാറാണി സ്തംഭിച്ചുപോയി. എന്ത് പറയണമെന്ന് രാധാറാണിക്കറിയില്ല. രാധാറാണി ഹാ എന്ന് വെച്ചുപോയി. ഒരു നിമിഷം അങ്ങനെ നിന്നു. ആ വന്ന് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. അതൊരു സ്ത്രീയാണ്. ആ സ്ത്രീ രാധാജിയുടെ തോളത്ത് തൊട്ടു. രാധാജി കോരിത്തെരിച്ചു പോയി. ആ സ്ത്രീ രാധാജിയുടെ മുഖം ഇങ്ങനെ കോരിയെടുത്തു. രാധാജിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. അവരുടെ കാല് തൊട്ട് വന്നിക്കാൻ രാധാജി കുനിഞ്ഞപ്പോൾ അവർ പിടിച്ചുയർത്തി ആ മുഖത്തേക്ക് നോക്കി. രാധാജിക്ക് എന്ത് പറയണമെന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ച. ആരായിരുന്നു അത്? ആരാണത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് ജന്മം നൽകിയ ദേവകി. കമന്റ് ബോക്സിൽ കുറേ പേര് എഴുതിയിട്ടുണ്ട് ദേവകിയാണെന്ന്. അങ്ങനെ എഴുതിയവർക്കൊക്കെ കൺഗ്രാജുലേഷൻ. എല്ലാവരും നീട്ടുകൈ. കമന്റ് ബോക്സിൽ ദേവകി എന്ന് എഴുതിയിരിക്കുന്നവരെല്ലാം കുറേ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കൈനീട്ടെ. ഒരു ബിഗ് ഷേക്കൻഡ് കേട്ടോ, ഒരു ബിഗ് ഷേക്കൻഡ്. സാക്ഷാൽ ദേവകിയായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്, സ്വന്തം മകൻ ജനിച്ചു വളർന്ന സ്ഥലം അത് കാണാൻ ലോകത്തേതൊരമ്മയും ആഗ്രഹിക്കും. അപ്പം നിശ്ചയമായിട്ടും ആ അമ്മ അവിടെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ആ അന്വേഷണമാണ് ഒടുവിൽ ഈ കണ്ടെത്തലിൽ എന്നെ കൊണ്ട് എത്തിച്ചത്. അപ്പോൾ പറഞ്ഞു, അമ്മേ വരൂ അമ്മേ, അമ്മ കടന്നു വരൂ അമ്മേ. അപ്പൊ ദേവകി പുഞ്ചിരിച്ചു. രാധാറാണി ഉറച്ചു വിളിച്ചു, അമ്മേ ഇതാരാണെന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ രാധാജിയുടെ മാതാവ് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇതാരാണിത് അല്ലേ? അവര് പരസ്പരം ആലിംഗനം ചെയ്തിട്ട് ദേവകി അമ്മ രാധാജിയുടെ അടുത്ത് തന്നെ ഇരുന്നു. രാധാജിയുടെ ശിരസ് തലോടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് രണ്ടുദ്ദേശത്തിലാണ്. ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് രാധയെ കാണണം. രണ്ടാമത്തെ ഉദ്ദേശം എൻ്റെ മകൻ കൃഷ്ണൻ, അവൻ പിച്ച വെച്ച് നടന്ന സ്ഥലം, അവൻ വളർന്നതിന് ശേഷം ഓടി നടന്ന് ലീലകളാടിയ ഈ സ്ഥലം, അവൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണ് എനിക്ക് കാണണം. അവനെ വളർത്തിയ യശോദയുടെ അടുത്ത് എനിക്ക് പോകണം. എൻ്റെ മകൻ കിടന്നുറങ്ങിയ മുറി എനിക്ക് കാണണം. അവൻ്റെ ശബ്ദം, അവൻ്റെ ആത്മാം അവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. ഒരു നിമിഷം രാധാജിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോളെ മറ്റൊരു കാര്യവും കൂടെ പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ രാധാജി ചോദിച്ചു, എന്താണമ്മേ? മോളെ കൃഷ്ണൻ ഇപ്പോൾ ഇല്ല.
അവൻ ഇപ്പോൾ ആ ജരാസന്ധൻ മധുരയെ ആക്രമിക്കാതിരിക്കാൻ എൻ്റെ കുഞ്ഞ് എങ്ങോട്ടേക്കോ പോയിരിക്കുകയാണ്. പക്ഷെ അവൻ തിരിച്ചു വരും. കൃഷ്ണനും ബലരാമനും തിരിച്ചു വന്നാൽ മോളെ അവൻ്റെ വധുവായി നീ ഉണ്ടാകണം. അത് ഈ അമ്മയുടെ ആഗ്രഹമാണ്. മകളെ, ഒരു കാര്യം കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണുങ്ങൾക്കും അവനെ ചൂണ്ടുവിരലിൽ നിർത്താൻ പറ്റില്ല. അവനെ അനുസരിപ്പിക്കാൻ ആർക്കും കഴിയില്ല, നിനക്കൊഴികെ. നിനക്ക് മാത്രമേ കഴിയൂ. ഈ ലോകത്ത് കൃഷ്ണൻ ആരെയെങ്കിലും അനുസരിക്കുമെങ്കിൽ അത് നിന്നെ മാത്രമാണ് രാധേ. നീ പറയുന്നതിനപ്പുറം അവൻ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. അവൻ്റെ ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു. അവനെ നിയന്ത്രിക്കാൻ ഒരാൾ വേണം. അവൻ ഏത് യുവതിയെ വിവാഹം കഴിച്ചാലും അവരൊക്കെ അവനെ അനുസരിച്ചേ കഴിയൂ. പക്ഷേ നിനക്ക് സ്നേഹത്തിൻ്റെ പുറത്തൊരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. നീ പോകണ്ട എന്ന് പറഞ്ഞാൽ അവൻ പോകില്ല, എനിക്കുറപ്പാണ് രാധേ. അതുകൊണ്ട് തന്നെ രാധേ, നീ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. മോളെ, അവൻ വന്നു കഴിഞ്ഞാൽ ഈ അമ്മ ആദ്യം ചെയ്യാൻ പോകുന്നത് അവനോട് പറയുകയാണ്, ഇനി കാത്തിരിക്കാൻ പറ്റില്ല, നീ രാധയെ വിവാഹം കഴിക്കണം. അവനൊരു ഉത്തരവാദിത്വം വരണം. കീർത്തിമാതാവിൻ്റെ മുഖം വികസിച്ചു, രാധാറാണിയുടെ മുഖം ചുവന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ നീ മധുരയുടെ രാജ്ഞിയാകണം. അത് ഈ അമ്മയുടെ ആഗ്രഹമാണ്. ഒന്നെനിക്കറിയാം, ദുർവാസാവ് മുനിയുടെ അനുഗ്രഹത്താൽ നീ വെച്ചു കൊടുത്ത ആഹാരം കഴിച്ചതുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ ഈ ശക്തി. അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ പിന്നിൽ നീ പാകം ചെയ്ത ആഹാരമാണ് മോളെ. അവൻ്റെ കൂടെ നീ എന്നും ഉണ്ടായിരിക്കണം. അവൻ്റെ ശക്തിയായി നീ ഉണ്ടായിരിക്കണം. രാധാകൃഷ്ണ ശക്തി ഈ പ്രപഞ്ചം നിലനിൽക്കുവോളം കാലം മാറണം മോളെ. ശിവനും പാർവതിയും പോലെ നിങ്ങൾ രാധയും കൃഷ്ണനുമായി ഒരു കുടുംബമായി ജീവിക്കണം. നിന്റെ കഴുത്തിൽ അവൻ മിന്നുകെട്ടും വരണമാല്യമണിയിക്കും. അത് ഈ അമ്മയ്ക്ക് കാണണം. രാധാറാണി വല്ലാതെ ചുവന്നു കൊടുത്തു. കീർത്തി മാതാവ് ദേവകി അമ്മയുടെ കൈകൾ സ്വന്തം കൈകളിൽ എടുത്തിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും വല്ലാത്ത സന്തോഷമുണ്ട്. എൻ്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് എന്തെന്നില്ലാത്ത ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഒരു ഉത്കണ്ഠയും വേണ്ട, ഒരു ഉത്കണ്ഠയും വേണ്ട. എൻ്റെ ഉത്കണ്ഠ മുഴുവനും കൃഷ്ണനെ കുറിച്ചാണ്. അവനെ ചൂണ്ടുവിരലിൽ നിർത്താൻ കഴിയുന്ന ഒരു പെണ്ണ് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഏതിലേക്കും അവൻ എടുത്തു ചാടും. അങ്ങനെ ഒരേ ഒരു പെണ്ണെ ഈ ഭൂമിയിലുള്ളെന്ന് എനിക്കറിയാം, അത് രാധയാണ്. പലപ്പോഴും രാധയുടെ പേര് പറയുമ്പോൾ അവൻ്റെ മുഖം മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ബലരാമൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, മോളെ ഇപ്പോൾ നീ ചെയ്യേണ്ടത് ഈ അമ്മയുടെ കൂടെ വരണം. അപ്പോൾ പറഞ്ഞു, രാധാജി പറഞ്ഞു, ഞാൻ വരാം. നമുക്ക് എങ്ങോട്ട് പോകണം? നമുക്ക് യശോദയുടെ അടുക്കലേക്ക് പോകണം. പക്ഷേ ഈ രഥം ഞാനിവിടെ ഇടുകയാണ്, നമുക്ക് നടന്നു പോകാം. എൻ്റെ മോൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണാണിത്. എൻ്റെ മകൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ മണ്ണിലൂടെ എനിക്ക് നടന്നു തന്നെ പോകണം. രാധാജി പറഞ്ഞു, പോകാം. കീർത്തി മാതാവ് പറഞ്ഞു, ഞാനും വരാം. അപ്പോൾ അവർ 3 പേരും കൂടി അവിടെ നിന്നിറങ്ങി. എത്രയോ നാളുകൾക്ക് ശേഷമാണ് കീർത്തി മാതാവ് അവിടെ നിന്നിറങ്ങുന്നത്. അവർ നടന്നു വന്നു. അപ്പൊ രാധാജി മുമ്പിൽ തുള്ളിച്ചാടിക്കൊണ്ടുപോയി. രാധാജി ചെന്ന് ഓരോ വീടുകളിലും വിളിച്ചു പറഞ്ഞു, കൃഷ്ണന്റെ അമ്മ വന്നേ, കൃഷ്ണന്റെ മാതാവ് വന്നേ. ഓരോ വീടുകളിൽ നിന്നും ആളുകൾ ഇറങ്ങാൻ തുടങ്ങി, ഓരോരുത്തരും വരാൻ തുടങ്ങി. കൃഷ്ണന്റെ മാതാവ്, കൃഷ്ണന്റെ മാതാവ്, കൃഷ്ണനെ 10 മാസം വയറ്റിൽ ചുമന്ന കൃഷ്ണന്റെ മാതാവ്. അപ്പോഴേക്കും രാധാജി ഇവരെ വിട്ട് ബഹുദൂരം മുന്നിലേക്ക് പോയി കഴിഞ്ഞു. തുള്ളിച്ചാടി മറിഞ്ഞുകൊണ്ടാണ് രാധാജി പോകുന്നത്. രാധാജി വിളിച്ചു പോവുകയാണ്, കൃഷ്ണന്റെ മാതാശ്രീ വന്നേ, കൃഷ്ണന്റെ മാതാശ്രീ വന്നേ.
ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങി, എല്ലാവരും വന്നു. എല്ലാവരും ദേവകി മാതാവിനെ നമസ്കരിക്കാൻ തുടങ്ങി. ദേവകി മാതാവ് അത്ഭുതപ്പെട്ടു പോയി. ഈ വൃന്ദാവനം എന്തുമാത്രം കൃഷ്ണനെ സ്നേഹിക്കുന്നു എന്ന് ദേവകി മാതാവ് തിരിച്ചറിയുകയായിരുന്നു. വൃന്ദാവനം അത്രമാത്രം കൃഷ്ണനെ സ്നേഹിക്കുന്നു. അവിടെ അത്ഭുതപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് ദേവകി മാതാവ് കണ്ടു. ഗോക്കള് കൂട്ടത്തോടെ വരാൻ തുടങ്ങി. മേയാൻ വിട്ടിരുന്ന ഗോക്കള് കൂട്ടത്തോടെ വന്ന് ആ ദേവകി അമ്മയെ വളഞ്ഞു. ദേവകി അമ്മ ഓരോ ഗോക്കളെയും തലോടി. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കീർത്തി മാതാവ് പറഞ്ഞു, കൃഷ്ണന് ഏറെ പ്രിയപ്പെട്ടവരാണ് ഈ ഗോക്കള്. അപ്പോ ദേവകി അമ്മ അന്തം വിട്ടുപോയി. അപ്പൊ രാധയുടെ പറച്ചില് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടോ? അത് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം കീർത്തി മാതാവ് പറഞ്ഞു, അതേ, മൃഗങ്ങളുടെ ഭാഷ കൃഷ്ണന് നല്ല വശമാണ്. കൃഷ്ണൻ്റെ കൂടെ ചേർന്ന് രാധയ്ക്കും ആ ഭാഷ നല്ല വശമാണ്. കൃഷ്ണൻ്റെ മാതാവെന്ന് കേട്ട് വന്നതാണ്. ഓരോ പശുക്കളും ദേവകി മാതാവിൻ്റെ കൂടെ ഉരുമ്മി നിൽക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഒരു ഗോപിക പെട്ടെന്ന് പഴക്കുല കൊണ്ടുവന്നു. ദേവകി മാതാവ് അതെടുത്ത് എല്ലാ പശുക്കൾക്കും കൊടുത്തിട്ട് ദേവകി മാതാവ് അവരോട് പറഞ്ഞു, നോക്കൂ, നിങ്ങളെ കാണാൻ നിങ്ങളുടെ കണ്ണൻ വരും കേട്ടോ, നിങ്ങളെ കാണാൻ നിങ്ങളുടെ കണ്ണൻ വരും. എന്നിട്ട് രാധാജിയുടെ അടുത്ത് പറഞ്ഞു, രാധേ, പറഞ്ഞു കൊടുക്കൂ ഇവർക്ക്, നിനക്കാണല്ലോ ഇവരുടെ ഭാഷ മനസ്സിലാകുന്നത്. അപ്പോൾ രാധാജി പറഞ്ഞു, സ്നേഹത്തിൻ്റെ ഭാഷ ലോകത്തെല്ലാവർക്കും മനസ്സിലാകും അമ്മേ. അമ്മ ഈ പറയുന്നത് ഈ ഗോക്കൾക്ക് മനസ്സിലാകും. എങ്കിലും അമ്മ പറയുന്ന വാക്ക് ഞാൻ അനുസരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം. രാധാജി ഗോക്കളുടെ ചെവിയിലൂടെ ചെന്ന് പറഞ്ഞു, കണ്ണൻ വരും, കണ്ണൻ വരും, നിങ്ങളെ കാണാൻ കണ്ണൻ വരുന്നുണ്ടേ. അത് കേട്ടപ്പോഴേക്കും ഗോക്കൾ തലയാട്ടാൻ തുടങ്ങി. ഗോക്കൾക്ക് ഭയങ്കര സന്തോഷമായി തുടങ്ങി. അപ്പോൾ ഗോക്കൾ വഴിമാറിക്കൊടുത്തു. ദേവകി നടക്കുകയാണ്. തൻ്റെ മകൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണുകൾ ദേവകി അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത രോമാഞ്ചമുണ്ടായി. ദേവകി അമ്മയും വലിയ ഒരു ജനക്കൂട്ടവും. നന്ദഗോപർ തൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയപ്പോൾ കാണാം ദൂരത്തുനിന്നൊരു വലിയ ജനക്കൂട്ടം വരുന്നു. അപ്പം നന്ദഗോപർ പറഞ്ഞു, യശോദേ, ഇതെന്താണ്? ഈ ഗ്രാമം മുഴുവൻ വരുന്നുണ്ടല്ലോ. ആ സമയത്ത് മുമ്പ് തുള്ളിച്ചാടിക്കൊണ്ട് രാധാജി ഓടി വന്നു നന്ദഗോപരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പിതാശ്രീ, ഇതാ ദേവകി മാതാവ് വന്നിരിക്കുന്നു, കണ്ണന്റെ ദേവകി മാതാവ് വന്നിരിക്കുന്നു. പിതാശ്രീയുടെ മൂക്കിന്റെ അറ്റത്ത് പിടിച്ചു. നന്ദഗോപര് രാധാജിയെ ചേർത്ത് വെച്ചു. അപ്പോൾ ഓടി രാധാജി ചെന്നു യശോദാമ്മ എടുത്ത് എന്നിട്ട് പറഞ്ഞു, യശോദാമ്മേ, ദാ വന്നിരിക്കുന്നു, ദേവകി മാതാവ് വന്നിരിക്കുന്നു. യശോദാമ്മ പുഞ്ചിരിച്ചു. ദേവകി മാതാവ് നടന്നടുത്ത് വന്നു. അപ്പോൾ അവര് രണ്ട് കൈകളും എടുത്ത് നന്ദഗോപരെ കൈകൾ കൂപ്പി. നന്ദഗോപരും അതുപോലെ തിരിച്ച് കൈകൾ കൂപ്പി. ആ സമയത്ത് യശോദാമ്മയെ ദേവകി മാതാവ് ചേർത്ത് വെച്ചു. ദേവകി മാതാവ് യശോദാമ്മയെ ചേർത്ത് വെച്ചു. യശോദാമ്മ ദേവകി മാതാവിനെയും ചേർത്ത് വെച്ചു. അല്പനേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ദേവകി മാതാവ് ചോദിച്ചു, എവിടെ എൻ്റെ കണ്ണൻ കിടന്ന ആ മുറി? എവിടെ എൻ്റെ കണ്ണൻ കിടന്ന പട്ടുമെത്ത? എവിടെ? ദേവകി മാതാവിനെ കൈപിടിച്ചു കൊണ്ടുപോയി കൃഷ്ണന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ആ പട്ടുമെത്തയിൽ ദേവകി മാതാവ് കൈകൊണ്ടമർത്തി. അതിനുശേഷം കുറെ നേരം മുഖമമർത്തി ആ പട്ടുമെത്തയിൽ ഇങ്ങനെ കിടന്നു. അതേ, തൻ്റെ ഉണ്ണിക്കണ്ണൻ, താൻ കണ്ടത് 17 വയസ്സുള്ള കണ്ണനെയാണ്. അവൻ്റെ കുഞ്ഞു രൂപം ദേവകി മാതാവ് ചിന്തിച്ചു നോക്കി. ആ കുഞ്ഞു രൂപം ആ കട്ടിലിൽ കിടക്കുന്നു. അത് ആലോചിച്ചു നോക്കിയപ്പോൾ മാറിടം ചുരന്നു. അറിയാതെ മാറിടം ചുരന്നു.
ഇതൊക്കെ നോക്കിക്കൊണ്ട് യശോദാമ്മ നിൽക്കുകയായിരുന്നു. അപ്പോൾ ചോദിച്ചു, എവിടെ അവൻ ആഹാരം കഴിച്ച പാത്രങ്ങൾ എവിടെ? യശോദാമ്മ കാണിച്ചു കൊടുത്തു. ദാണ്ടേ കൃഷ്ണൻ ആഹാരം കഴിച്ച പാത്രങ്ങൾ. ഓരോ പാത്രങ്ങളും എടുത്ത് ദേവകി മാതാവ് ചുംബിച്ചിട്ട് പറഞ്ഞു, യശോദാമ്മേ, നിങ്ങൾ എന്ത് ഭാഗ്യവാൻ, നിങ്ങൾ എന്ത് ഭാഗ്യവാൻ. സാക്ഷാൽ നാരായണനെ മുലയൂട്ടാൻ കഴിഞ്ഞ നിങ്ങൾ എന്തു ഭാഗ്യവതിയാണ്. 17 വർഷക്കാലം നാരായണനെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വച്ചില്ലേ, നെഞ്ചോട് ചേർത്ത് വച്ചില്ലേ. ഈ ജന്മം മുഴുവനും ഈ ദേവകി നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ചോദിച്ചു, ഞാനൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ യശോദാമ്മേ? യശോദാമ്മ പറഞ്ഞു, ചോദിച്ചോളൂ യശോദാമ്മേ. ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും. അവിടെ വന്നപ്പോഴും എനിക്കുണ്ടായിരുന്നു, പക്ഷെ എനിക്കതിനുള്ള ധൈര്യമില്ലാതെ പോയി. യശോദാമ്മ പറഞ്ഞു, എന്താണ്? നന്ദഗോപര് ചെവി കൂർപ്പിച്ചു. ആ സമയത്ത് ദേവകി മാതാവ് ചോദിച്ചു, യശോദാമ്മേ, യശോദാമ്മേ, സത്യം പറയൂ, നിങ്ങൾ ആ കൃഷ്ണൻ നിങ്ങളുടെ മകനല്ല എന്നറിഞ്ഞ നിമിഷം നിങ്ങൾ എന്നെ വെറുത്തോ? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ യശോദാമ്മേ? യശോദാമ്മ ദേവകി അമ്മയുടെ വാ പൊത്തിയിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുതേ, അങ്ങനെ പറയരുതേ. കൃഷ്ണൻ എൻ്റെ മകനല്ലായിരുന്നുവെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അതുമായി ഇതുവരെയും പൊരുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ കൃഷ്ണൻ ദേവകിയുടെ മകനാണെന്നറിഞ്ഞ നിമിഷം ഞാൻ വെറുത്ത ഒരാളുണ്ടായിരുന്നു. ദേവകി ചോദിച്ചു, ആരാണ്? യശോദാമ്മ കൈ നന്ദഗോപരുടെ നേർക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ ആ നിമിഷം ഞാൻ വല്ലാതെ വെറുത്തിരുന്നു. പ്രത്യേകിച്ചൊരു ഭാവഭേദവുമില്ലാതെ നന്ദഗോപര് നിന്നു. രാധാറാണി നന്ദഗോപരുടെ കൈകളിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് ആ കണ്ണുകളിലേക്ക് നോക്കി. യശോദാമ്മ പറഞ്ഞു, ഞാൻ മയങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് ബോധമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ അടുക്കൽ കിടന്ന കുഞ്ഞിനെ എടുത്ത് കൊല്ലാൻ കൊടുത്തു. അതിന് പകരം മറ്റൊരു കുട്ടിയെടുത്ത് എൻ്റെ അടുത്ത് കിടത്തി എന്ന് മാത്രവുമല്ല, എൻ്റെ മകനാണെന്ന് വിശ്വസിപ്പിച്ചു 16 വർഷക്കാലം അവനെ ഞാൻ കൊണ്ടു നടന്നു. അവൻ എൻ്റെ മകനല്ല എന്നറിയുന്ന നിമിഷം എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന വേദന എന്തെന്ന് ഈ മനുഷ്യൻ ഒരിക്കൽ പോലും ഊഹിച്ചില്ലല്ലോ എന്ന് ഞാൻ കരുതി. കാരണം ഒരിക്കൽ കൃഷ്ണനെ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നും ഈ മനുഷ്യൻ അറിയാമായിരുന്നു. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി 17 വർഷം എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു വഞ്ചന, ചതിയാണ് കാണിച്ചതെന്ന വിചാരത്തിൽ ഞാൻ ഈ മനുഷ്യനെ വെറുത്തിരുന്നു. ദേവകി യശോദാമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, എന്തായി പറയുന്നത്? അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, അത് ആദ്യത്തെ ഒരിത് മാത്രമായിരുന്നു, പിന്നീട് എനിക്ക് മാറി. അപ്പൊ രാധാറാണി പറഞ്ഞു, യശോദാമ്മ അല്പസമയമാണ് നേറിയത് കൃഷ്ണൻ മകനല്ല എന്നറിഞ്ഞ നിമിഷം. പക്ഷേ 17 വർഷക്കാലം ഒരു ദിവസം യശോദാമ്മ അറിയും കൃഷ്ണൻ മകനല്ലെന്നറിയും. അതോർത്ത് നീറി ജീവിച്ചിരുന്ന ആളാണ് ഈ നിൽക്കുന്നത്. അമ്മയ്ക്കറിയാമോ? എന്ന് മാത്രവുമല്ല, സ്വന്തം മകള് കൊല്ലപ്പെട്ടു എന്ന് കരുതിയാണ് ജീവിച്ചത്. പക്ഷെ അദ്ദേഹം ചെയ്തത് വലിയൊരു ത്യാഗമാണമ്മേ. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, എനിക്കറിയാം മോളെ. പക്ഷേ ആ സമയത്ത് ഞാൻ ഈ മനുഷ്യനെ വല്ലാതെ വെറുത്തുപോയി. നന്ദഗോപരൊന്നും മിണ്ടിയില്ല. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ എനിക്ക് സ്നേഹമാണ് ഈ മനുഷ്യനോടെന്ന് പറഞ്ഞു. എന്നിട്ട് യശോദാമ്മ ആ നന്ദഗോപരുടെ അടുക്കൽ ചെന്നു. നന്ദഗോപരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. നന്ദഗോപർ യശോദാമ്മയെ ചേർത്ത് വെച്ചു. തലമുടികൾ മാടി ഒതുക്കി. അത് കണ്ട രാധാജിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. രാധാജിയുടേത് മാത്രമല്ല, അത് കണ്ടുകൊണ്ട് നിന്ന സാക്ഷാൽ ദേവകി അമ്മയുടെ കണ്ണുകളും നിറഞ്ഞു നിന്നു. അപ്പോൾ ദേവകി അമ്മ പറഞ്ഞു, എല്ലാത്തിനും കാരണം
കാരണം ഞാനും എൻ്റെ മകനുമാണ്, ക്ഷമിക്കൂ. അപ്പോൾ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്, എല്ലാത്തിനും കാരണമെന്ന് നമ്മൾ പറയരുത്. എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് വേറൊരാളാണ്, അദ്ദേഹത്തിൻ്റെ നിശ്ചയപ്രകാരമാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. എങ്കിലും ധർമ്മ സംസ്ഥാപനത്തിനായി പിറന്ന കൃഷ്ണനെ 17 വർഷക്കാലം ഞാൻ വളർത്തിയല്ലോ എന്ന ചിന്ത അത് തന്നെ എനിക്ക് ധന്യമാണെന്ന് പറഞ്ഞു. ദേവകി പറഞ്ഞു, എനിക്കിന്ന് തന്നെ തിരിച്ചു പോകണം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് രാധയുമൊത്ത് അവർ സല്ലപിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, പൊയ്ക്കൊള്ളൂ. അതെ, എൻ്റെ കൂടെ രാധ മാത്രം മതി, ഞാനും രാധയും മാത്രം മതി, ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കൊള്ളൂ, പക്ഷേ ഇന്നത്തെ ദിവസം, ഇന്ന് ഒരു ദിവസം ഇവിടെ തങ്ങിയിട്ട് പോയാൽ പോരെ. അപ്പോൾ പറഞ്ഞു, ഇല്ല, എനിക്ക് പോകണം, എനിക്കിന്ന് തന്നെ മധുരയ്ക്ക് തിരിച്ചെത്തണം. പക്ഷേ ഞാൻ വരും, ഇവിടെ ഒരു ദിവസം വരും. ദേ ഈ മകളെ കൊണ്ടുപോകാൻ, രാധയെ കൃഷ്ണന്റെ വധുവായി കൊണ്ടുപോകാൻ. അപ്പോൾ നന്ദഗോപർ അടുത്തേക്ക് വന്നിട്ട് തൊഴുതിട്ട് പറഞ്ഞു, പുണ്യം കിട്ടും. കൃഷ്ണന്റെ പേരിൽ വല്ലാതെ പഴികേട്ടവളാണ് എൻ്റെ മകൾ രാധ. കൃഷ്ണന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ളത് ഈ രാധയാണ്. ആ രാധയുടെ കരുത്തിൽ കൃഷ്ണൻ മിന്നുകെട്ടിയില്ലെങ്കിൽ എനിക്ക് പൊറുക്കാൻ കഴിയില്ലായിരുന്നു, എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. യശോദാമ്മയും പറഞ്ഞു, അതെ എനിക്കും സന്തോഷമായി. രാധയെ നിങ്ങളുടെ പുത്രവധുവായി കൊണ്ടുപോയിക്കൊള്ളൂ. രാധ പൊന്നിൻ കുടമാണ്. കൃഷ്ണൻ ഈ ലോകത്തെ ഏത് രാജ്ഞിയെക്കാളും യോജിക്കുന്നത് രാധയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്കത് നന്നായിട്ടറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ രാധാദേവിയും ദേവകി അമ്മയും കൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവര് രാസലീല നടന്ന സ്ഥലത്തെത്തി. അപ്പൊ രാധാറാണി പറഞ്ഞു, ദേവകിയമ്മേ, ദാ കണ്ടുകൊള്ളൂ, ഈ സ്ഥലം, ഇവിടെ വെച്ചാണ് ഞങ്ങൾ രാസലീലയിൽ ഏർപ്പെട്ടത്, ഇവിടെ വെച്ചാണ് രാസലീല നടന്നത്. അപ്പോൾ ദേവകിയമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നിട്ട് പറഞ്ഞു, അവൻ കള്ളക്കണ്ണൻ തന്നെ അല്ലേ, അവനെ കള്ളക്കണ്ണ എന്ന് വിളിക്കുന്നത് ശരി തന്നെയാണല്ലേ. രാധയുടെ മുഖത്തൊരു നാണം വിരിഞ്ഞു. രാധാറാണി വന്നിട്ട് നികുഞ്ചങ്ങൾ കാട്ടി. ഈ നികുഞ്ചങ്ങൾ കണ്ടപ്പോൾ ദേവകിയമ്മ ചോദിച്ചു, രാധേ, ഈ നികുഞ്ചത്തിലായിരുന്നു നിങ്ങളുടെ പ്രണയസല്ലാപമില്ലേ? രാധാറാണിയുടെ മുഖം ചുവന്നുപോയി. പെട്ടെന്ന് ലജ്ജ കൊണ്ട് രാധാജി ചുവന്നു തൊടുത്തു. അപ്പോൾ പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, അവൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് യമുനയുടെ തീരത്തേക്ക് പോകാം. അങ്ങനെ രാധാജിയും ദേവകി മാതാവും കൂടി യമുനയുടെ തീരത്തേക്ക് പോയി. ആ യമുന നദി രണ്ട് കൈകളിൽ ഇങ്ങനെ ഒരു കുടന്ന വെള്ളം കോരിയെടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മകൻ നീരാടിയ യമുന നദി ഒരു നിമിഷം മതിമറന്ന് നിന്നുപോയി. പെട്ടെന്ന് ദേവകി മാതാവിൻ്റെ മുന്നിൽ യമുനാദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മാതാവിനെ ഞാൻ വന്ദിക്കുന്നു. എനിക്കറിയാമായിരുന്നു ഒരു ദിവസം മാതാവ് ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ധന്യയായി. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകനെ കാത്തുരക്ഷിച്ച, ഈ ജലത്തിൽ അവൻ നീന്തി തുടിക്കുമ്പോൾ അവനെ കാത്തുരക്ഷിച്ച യമുനെ, നിന്നെ ഞാൻ വണങ്ങുന്നു. യമുന പറഞ്ഞു, ഞാൻ കാത്തുരക്ഷിക്കുകയോ? എന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാത്തുരക്ഷിച്ചത്. ആ തൃപ്പാദങ്ങൾ എൻ്റെ പുറത്ത് പതിയുമ്പോൾ, ഈ ജലത്തിൽ പതിയുമ്പോൾ ഞാൻ അനുഭവിച്ച ആനന്ദം അത് വിവരിക്കാൻ കഴിയുന്നതിനുമൊക്കെ അപ്പുറമാണമ്മേ. വല്ലാത്ത സന്തോഷമായി. അവിടുന്ന് യമുനാദേവി മറഞ്ഞു. വീണ്ടും ആ വൃന്ദാവനത്തിലെ ഓരോ സ്ഥലങ്ങളും രാധാജിയും കൃഷ്ണ
കൃഷ്ണനും കൂടെ നടന്നു. ഒടുവിൽ കൃഷ്ണനല്ല ദേവകി അമ്മയും. ഒടുവിൽ ദേവകി അമ്മ ചോദിച്ചു, എവിടെ മോളെ ആ കടമ്പ് വൃക്ഷം എവിടെ? അപ്പോൾ പറഞ്ഞു, ദാണ്ടെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ കടമ്പ് വൃക്ഷത്തിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ചോദിച്ചു, ഇവിടെ വെച്ചാണ് നിങ്ങൾ നൃത്തം ചവിട്ടിയതല്ലേ? അപ്പൊ രാധാജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ അമ്മേ, ഇവിടെ കണ്ണനിരിക്കും. കണ്ണനിരുത്തിട്ട് ഓടക്കുഴൽ വിളിക്കും. അപ്പൊ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ദേവകി അമ്മ ചോദിച്ചു, രാത്രിയുടെ യാമങ്ങളിൽ അവൻ ഓടക്കുഴൽ വിളിക്കാറുണ്ടില്ലേ? രാധാറാണി വല്ലാതെ ചുവന്നു തുടുത്തുപോയി. രാധാറാണി ഇങ്ങനെ ദേവകി അമ്മയെ നോക്കി. അപ്പൊ ദേവകി അമ്മ പറഞ്ഞു, കൃഷ്ണൻ അവൻ കള്ളനാണ്. അവനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ബലരാമൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവൻ രാത്രിയിൽ ഓടക്കുഴൽ വായിക്കുമ്പോൾ ബലരാമന്റെ ഒരു കണ്ണുണ്ട്. അവനൊരാപത്തും വരാതിരിക്കാൻ കുറച്ചകലെ മാറി ബലരാമൻ നിൽക്കുമായിരുന്നു. അത് രാധാജിക്ക് പുതിയ അറിവായിരുന്നു. രാധാജി അമ്പരന്നു പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, അതേ ഉണ്ടായിരുന്നു മോളെ. അങ്ങനെ അവിടെ മുഴുവനും അവര് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം വീണ്ടും യശോദാമ്മയുടെ അടുക്കലേക്ക് എത്തി. ആ ഗ്രാമം മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. സകല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നത് ദേവകി മാതാവിനെ യാത്രയയക്കാനാണ്. അപ്പോൾ ദേവകി മാതാവ് എല്ലാവരിടത്തും പറഞ്ഞു, ഞാൻ പോവുകയാണ്. ഈ വൃന്ദാവനത്തിലേക്ക് എൻ്റെ കണ്ണൻ വരും. നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ വരും. അപ്പോൾ ദേവകി അമ്മ പെട്ടെന്ന് ചോദിച്ചു, സുശീലയുടെ മാതാവ് ഏതാണ്? അപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ ഒരാളായി മാറി നിന്നിരുന്ന സുശീലയുടെ മാതാവിനെ രാധാജി കൈ പിടിച്ചു മുന്നിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ദേവകി മാതാവ് സുശീലയുടെ മാതാവിനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകന് വേണ്ടി ജീവൻ കളഞ്ഞ സുശീലയുടെ മാതാവേ, നിങ്ങളെ ഞാൻ നമിക്കുന്നു, നിങ്ങളെ ഞാൻ വന്ദിക്കുന്നു. അപ്പോൾ സുശീലയുടെ മാതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരടർന്നു വീണു. ആ സമയത്ത് ചന്ദ്രഭാനുവിനെ നോക്കി, സുശീലയുടെ പിതാവിനെ നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് ദേവകി മാതാവ് പറഞ്ഞു, വന്ദനം, നിങ്ങളെ ഞാൻ വന്ദിക്കുന്നു. എൻ്റെ മകന് വേണ്ടി നിങ്ങളെ മകളെ ബലി കൊടുക്കുകയായിരുന്നു. നിങ്ങളെ ഞാൻ വന്ദിക്കുന്നു. ഈ ഓരോ ഗ്രാമവാസികളെയും ഞാൻ സ്നേഹിക്കുന്നു. കാരണം നിങ്ങൾ കൃഷ്ണനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഓരോ ഗ്രാമവാസികളെയും ഞാൻ സ്നേഹിക്കുന്നു. അത്രയും പറഞ്ഞതിന് ശേഷം ദേവകി അമ്മ രഥത്തിനടുക്കിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് 2 വലിയ പെട്ടികള് തേരാളിയും കൂട്ടരും കൂടെ ചേർന്ന് താങ്ങിയെടുത്തു വെച്ചു. അതിനകത്തുനിന്ന് വേറൊരു പെട്ടി എടുത്തിട്ട് യശോദാമ്മ എടുത്തു പറഞ്ഞു, യശോദാമ്മേ, ഇത് എൻ്റെ വക ഉപഹാരം. മറ്റൊരു പെട്ടി എടുത്തിട്ട് രാധാജിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, രാധേ, ഇത് നിനക്കായിട്ട് എൻ്റെ വക ഉപഹാരം. അത് കഴിഞ്ഞുള്ള പെട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലാർക്കും വേണ്ടിയുള്ള ഉപഹാരം. നിങ്ങൾക്കേവർക്കും തുല്യമായിട്ട് ഇതെടുത്തുകൊള്ളാം. ഈ ഉപഹാരങ്ങൾ ഇത് ഒന്നുമല്ല, പക്ഷേ ഇത്രയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾ കൃഷ്ണന് കൊടുത്ത സ്നേഹം, നിങ്ങൾ കൃഷ്ണനോട് കാണിച്ച സ്നേഹം, അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദേവകിയമ്മ എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുത്തിട്ട് ദേവകിയമ്മ പറഞ്ഞു, അപ്പോൾ ഞാൻ പുറപ്പെടുകയാണ്. ഒന്നും കൂടെ തിരിഞ്ഞ് രാധാജിയെ നോക്കിയിട്ട് പറഞ്ഞു, രാധേ, നീ വരാൻ പോവുകയാണ് എൻ്റെ മകളായി. നീ എൻ്റെ മകളായിട്ട് വരാൻ പോവുകയാണ്. മധുരയിലേക്ക് നീ വരാൻ പോവുകയാണ് മോളെ. കൃഷ്ണൻ വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തും. രാധാജിയുടെ മുഖം ചുവന്നു തൊടുത്തു. ഒരിക്കൽ കൂടി രാധാജിയെ ചേർത്ത് വെച്ച് അതേ ദേവകി അമ്മ ആ രഥത്തിലേക്ക് കയറി. ആ രഥം പതുക്കെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ദേവകി മാതാവ് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ആ ഗ്രാമവാസികൾ അങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം
അവരോരോരുത്തരായി പിരിഞ്ഞുപോയി. ആ സമയത്ത് രാധാറാണി നേരെ നടന്നു പോയത് രാസലീല നടന്നിരിക്കുന്ന സ്ഥലത്തേക്കാണ്. കൃഷ്ണനും രാധാജിയും കൂടെ രാസലീല നടന്ന സ്ഥലത്തേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് രാധാജി മതിമറന്ന് നൃത്തം ചവിട്ടി. എത്രയോ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ രാധാജി നൃത്തം ചവിട്ടുന്നത്. അതെ, എൻ്റെ രാധാജിയുടെ വിവാഹം ഉറപ്പിക്കാനാണ് ദേവകി അമ്മ വന്നത്. രാധാജി മതിമറന്ന് രാസലീലയിൽ കൃഷ്ണനുമൊത്താടിയ നൃത്തം, തൊട്ടുമുന്നിൽ കൃഷ്ണനുണ്ടെന്ന് സങ്കല്പിച്ച് അസാമാന്യമായ നൃത്ത ചുവടുകളിലൂടെ രാധാറാണി നൃത്തം ചവിട്ടാൻ തുടങ്ങി. ഈ നൃത്തത്തിന്റെ ശബ്ദം, ഈ രാധാജിയുടെ ചിലങ്കയുടെ ശബ്ദം ഒരാളെ ഉണർത്തുകയായിരുന്നു. കൃഷ്ണനെ ഉണർത്തുകയായിരുന്നു. കൃഷ്ണൻ അറിയുകയാണ്, എന്ത് രാധ, ഇത് രാധയുടെ ചിലങ്കയുടെ ശബ്ദമാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ വിട്ടതിന് ശേഷം അവൾ ഒരിക്കലും നൃത്തം ചവിട്ടിയിട്ടില്ല എന്നാണ് അവിടുന്ന് ചാരന്മാർ തരുന്ന വിവരങ്ങളെന്ന് പറയുന്നത്. ഇന്ന് രാധാജി നൃത്തം ചവിട്ടുന്നു. മനക്കണ്ണുകൊണ്ട് കൃഷ്ണൻ അത് കാണുകയാണ്. രാധാജിയുടെ നൃത്തം മനക്കണ്ണുകൊണ്ട് കാണുകയാണ്. കൃഷ്ണൻ അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. കൃഷ്ണൻ അവിടുന്ന് നടന്ന് ഒറ്റയ്ക്ക് ഏകാന്തമായ ഒരു സ്ഥലത്ത് ചെന്നു. കൃഷ്ണൻ കണ്ടു മനക്കണ്ണുകൊണ്ട് രാധാജി നൃത്തം ചവിട്ടുന്നത്. അതേ പഴയ രാസലീല. ആ രാസലീലയുടെ പുനരാവിഷ്കരണം. കൃഷ്ണൻ നൃത്തച്ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി. അസാധാരണമായ നൃത്തച്ചുവടുകൾ. അതേ, വൃന്ദാവനത്തിൽ രാധാജി നൃത്തച്ചുവട് വയ്ക്കുന്നു. ഇവിടെ ദാണ്ട കൃഷ്ണൻ നൃത്തച്ചുവട് വയ്ക്കുന്നു. നൃത്തം ചവിട്ടി രാധാജി തളർന്നു. കൃഷ്ണനും തളർന്നു. അപ്പോൾ രാധാജി ഒരാശ്രയത്തിനെന്ന വണ്ണം ഉറച്ചു വിളിച്ചു, കൃഷ്ണ. ആ വിളി വായു ഭഗവാൻ ഏറ്റെടുത്തു, കൃഷ്ണന്റെ കാതുകളിൽ എത്തിച്ചു. കൃഷ്ണൻ ഉറച്ചു വിളിച്ചു, രാധേ. ആ വിളി വൃന്ദാവനം മുഴുവൻ അലയടിച്ചു. അത് രാധാജി മാത്രമല്ല കേട്ടത്. കണ്ണന്റെ ശബ്ദം, രാധേ എന്ന ശബ്ദം ആ വൃന്ദാവനം മുഴുവൻ കേട്ടു. സകലരും അമ്പരന്ന് നിന്നു. എന്ത്? കണ്ണൻ വന്നു. വീണ്ടും കൃഷ്ണന് സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ രാധ നൃത്തത്തിൽ കുഴഞ്ഞു വരുന്നത് കണ്ടു. തന്റെ ഹൃദയം കൊണ്ട് താങ്ങാൻ വെമ്പിയ കൃഷ്ണൻ വിളിച്ചു, രാധേ. രാധാജി വിളിച്ചു, കൃഷ്ണ, എന്റെ കണ്ണനുണ്ണി. കൃഷ്ണന് വല്ലാത്ത സ്നേഹം തോന്നി. കണ്ണനുണ്ണി. എത്ര നാളായി ആ വിളി കേട്ടിട്ട്. വൃന്ദാവനം വിട്ടതിന് ശേഷം ഒരിക്കലും ആ വിളി കേട്ടിട്ടില്ല. ആ വിളി കേട്ടതോടുകൂടി കൃഷ്ണന്റെ കണ്ണുകളിൽ കണ്ണീർ പൊടിഞ്ഞു. വീണ്ടും കണ്ണനുണ്ണി. എന്നെ അങ്ങനെ വിളിക്കുന്നത് അവള് മാത്രമാണ്. മറ്റുള്ളവർക്കൊക്കെ ഞാൻ ദൈവമാണ്, ഞാൻ കൃഷ്ണനാണ്. എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു. വൃന്ദാവനത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം എത്ര തവണ ഞാൻ കൊതിച്ചിരിക്കുന്നു ആ വിളി കേൾക്കാൻ. കണ്ണന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരയായിട്ടൊഴുകാൻ തുടങ്ങി. ആ സമയത്ത് കൃഷ്ണൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഒരിക്കൽ കൂടി അവളെ വിളിച്ചിരുന്നെങ്കിൽ ആ വിളി കണ്ണന് കേൾക്കണം. എനിക്കിവിടെ ഇരിക്കാൻ വയ്യ, എനിക്കെന്റെ രാധയെ കാണണം. ആ സമയത്ത് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാധാറാണിയുടെ ശബ്ദം. രാധാറാണി രാസലീല നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ്, കണ്ണനുണ്ണി. കൃഷ്ണൻ ഒരു നിമിഷം ഇങ്ങനെ നിന്നു. അപ്പോൾ കാണാം ആ രാസലീലയിൽ ഉന്മാദ നൃത്തമാടുകയാണ് രാധാജി. ആ ഉന്മാദ നൃത്തത്തിന്റെ ഒടുവില് രാധാറാണി വിളിക്കുകയാണ്, ഏയ് കറുമ്പാ, ഏയ് കറുമ്പാ.
കൃഷ്ണന്റെ ഹൃദയം തുടിച്ചു, കൃഷ്ണന്റെ ഹൃദയം തുടിച്ചു. ഒരു സെക്കൻഡ് പോലും കൃഷ്ണൻ ഇനി അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണന്റെ ഓരോ രോമകൂപങ്ങളും എഴുന്നേറ്റ് നിന്നു. അതെ, ആ വിളി, കറുമ്പ എന്നുള്ള വിളി, കറുമ്പ എന്നുള്ള വിളി, അത്യധികമായ സ്നേഹം വരുമ്പോൾ അവള് വിളിക്കുന്നത്. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണന്റെ ഹൃദയം പൊട്ടി പുറത്തു വരുമെന്ന് തോന്നി. കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു, മനസ്സ് നിറഞ്ഞു കവിഞ്ഞു. അതെ, എത്ര നാളായി, എത്ര നാളായി, വൃന്ദാവനം വിട്ടിട്ട് എത്ര നാളായി. ഇതുവരെയും ഇങ്ങനൊരു വിളി ഞാൻ കേട്ടിട്ടില്ല, കേട്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോ വീണ്ടും ദാ വരുന്നു. ഏയ് കറുമ്പ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കൃഷ്ണൻ വിചാരിച്ചു, ഇല്ല, ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. കൃഷ്ണൻ വിളിച്ചു, രാധേ, ഞാൻ വരുന്നു, ഞാൻ വരുന്നു, വൃന്ദാവനത്തിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ അതാ വരുന്നു. ഏയ് കണ്ണനുണ്ണി, രാധയുടെ മാത്രം കറുമ്പ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ രാധാകൃഷ്ണനാണ്, രാധാകൃഷ്ണനാണ്. ഏയ് കറുമ്പ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഏയ് രാധേ, രാധേ, നിന്റെ കറുമ്പൻ വരുന്നു. വൃന്ദാവനത്തിലേക്ക് കൃഷ്ണൻ കുതിച്ചു പായാനായി മുന്നോട്ടാഞ്ഞതും ബലിഷ്ഠമായ ഒരു കരം, ബലിഷ്ഠമായ ഒരു കരം കൃഷ്ണന്റെ കൈകളിൽ പതിഞ്ഞു. കൃഷ്ണന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ കരം കൃഷ്ണനെ തടയാനായിരുന്നു. ആരായിരുന്നു അത്? ആരായിരുന്നു അത്? ആരായിരുന്നു അത്? അത് അടുത്ത ചൊവ്വാഴ്ച ഞാൻ വീണ്ടും വരും. കാത്തിരിക്കുക. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.